നമസ്കാരം. മഹാകുംഭമേളയിലുണ്ടായ തീപിടുത്തത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും ഈ സംഭവത്തിൽ ഖലിസ്ഥാൻ ഭീകരരുടെ കൈകളാണ് എന്നും നേരത്തെ തന്നെ മലയാളം എക്സ്പ്രസ് സംശയം പ്രകടിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ ആ സംശയങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ കുംഭമേളയിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം തീവ്രവാദ സംഘടനയായ ഖലിസ്ഥാനി സിന്ദാബാദ് ഫോഴ്സ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഭാവിയിൽ ഇന്ത്യയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടാവുന്ന മഹാകുംഭമേള, ലോകത്തിന്റെ നെറുകയിൽ തന്നെ വാനോളം ഉയർന്നു നിൽക്കുന്ന കുംഭമേളയെ തകർക്കാൻ ജിഹാദികളും ഭീകരരും ശ്രമങ്ങൾ നടത്തിയിരുന്നു. വിദേശികളും സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും വമ്പൻ ബിസിനസ് മുതലാളിമാരും അടക്കം കുംഭമേളയിലെത്തി സ്നാനം നടത്തുകയും ചെയ്തതോടെ കുംഭമേളയെ കുറിച്ച് കൂടുതലായി പഠനം നടത്താൻ ലോക രാജ്യങ്ങളടക്കം മുൻകൈയെടുത്ത് ഉത്തർപ്രദേശിലേക്ക് എത്തുകയായിരുന്നു. കുംഭമേള നടക്കുന്നത് കൊണ്ട് തന്നെ യുപിയുടെ പരിസര പ്രദേശങ്ങളുമെല്ലാം NSGയുടെ നിയന്ത്രണത്തിലുമായിരുന്നു. ആ സമയത്താണ് പാചകം ചെയ്യുന്ന ടെന്റിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്. നിമിഷ നേരം കൊണ്ട് തന്നെ അഗ്നിരക്ഷാ സേനയും പോലീസും NSGയും ഒക്കെ ചേർന്ന് അവർ ഉണർന്ന് പ്രവർത്തിച്ചതോടെ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാവുകയോ ആളപായം ഉണ്ടാവുകയോ ഒന്നും തന്നെ ചെയ്തില്ല. ഇതിന്റെ പിന്നിൽ മത തീവ്രവാദികളുടെയോ ഖലിസ്ഥാൻ ഭീകരരുടെയോ ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയത്തിൽ യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അഥവാ NIAയും NSGയും ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത തീവ്രവാദ സംഘടനയായ ഖലിസ്ഥാനി സിന്ദാബാദ് ഫോഴ്സ് അഥവാ KZF രംഗത്ത് വന്നിരിക്കുന്നത്. പിലിഭിത്തിലുണ്ടായ ഏറ്റുമുട്ടലിന്റെ പ്രതികാരമാണ് ഈ സംഭവമെന്ന് KZF ഇമെയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുറിച്ചും സന്ദേശത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. കാനഡയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഖലിസ്ഥാനി സിന്ദാബാദ് ഫോഴ്സ് ഇമെയിൽ അയച്ചതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കുംഭമേളയ്ക്കിടെ ഉണ്ടായ തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം ഖലിസ്ഥാനി സിന്ദാബാദ് ഫോഴ്സ് ഏറ്റെടുത്തിരിക്കുന്നു. ആരെയും വേദനിപ്പിക്കുക എന്നതായിരുന്നില്ല ഈ പ്രവൃത്തിയുടെ പ്രധാന ഉദ്ദേശം. ഞങ്ങൾ നിങ്ങളോട് വളരെ അടുത്തുവെന്ന് മുഖ്യമന്ത്രി യോഗിക്കുള്ള മുന്നറിയിപ്പ് മാത്രമായിരുന്നു ഇത്. പിലിഭിത്ത് ഏറ്റുമുട്ടലിൽ ഞങ്ങളുടെ 3 സഹോദരങ്ങളെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഈ സ്ഫോടനം നടത്തിയത്. ഇതൊരു തുടക്കം മാത്രമാണ് എന്നുമാണ് സന്ദേശത്തിൽ പറയുന്നത്. ഫത്തേ സിംഗ് എന്ന യുവാവാണ് ഈ ഇമെയിൽ അയച്ചിരിക്കുന്നത്. ജനുവരി 19 വൈകുന്നേരം 4 മണിയോടെയാണ് സെക്ടർ 19 തീപിടുത്തം ഉണ്ടാകുന്നത്. അപകടത്തിൽ 1 കോടിയിലധികം രൂപയുടെ നാശനഷ്ടവും ഉണ്ടായി. 40 കുടിലുകളും 6 ടെന്റുകളും പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു. ഇവിടെ സൂക്ഷിച്ചിരുന്ന സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തി വരികയാണ് എന്ന് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് മാധ്യമങ്ങളോട് പറഞ്ഞു. മുൻപ് ഖലിസ്ഥാൻ വാദികളും പാകിസ്ഥാൻ ഭീകരരും അടക്കം കുംഭമേളയെ തകർക്കുമെന്നും യോഗി ആദിത്യനാഥിനെയും പ്രധാനമന്ത്രിയും ഒക്കെ ഇല്ലാതാക്കും എന്ന തരത്തിലുള്ള ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഉണ്ടായ തീപിടുത്തത്തിൽ സംശയങ്ങൾ ഏറെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് നടത്തി വന്നത്. ഇപ്പോൾ ഖലിസ്ഥാൻ വാദികളുടെ തുറന്നു പറച്ചിൽ കൂടി ആയതോടെ ഖലിസ്ഥാനികളുടെ അന്ത്യം അടുത്തു എന്ന് വേണം കരുതാൻ.